ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് മോണിറ്റൈസേഷനെ കുറിച്ച് കുറേ പേർക്കൊരു ഡൗട്ടുണ്ട്. അതായത് യൂട്യൂബ് മോണിറ്റൈസേഷൻ ടാബിൽ പോയാൽ നമുക്ക് 4 ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി നമ്മൾക്ക് കാണാൻ സാധിക്കുക 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞോ എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമതായി 4000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നോ എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ. മൂന്നാമതായി നമുക്ക് ലഭിക്കുക 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ് ചെയ്തോ എന്നറിയാനുള്ള ഒരു ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ആക്റ്റീവ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒന്നുമില്ല എന്ന കൺഫർമേഷൻ നൽകുന്ന ഒരു ഓപ്ഷൻ. ഈ 4 ഓപ്ഷനാണ് മോണിറ്റൈസേഷൻ ടാബിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനാൽ തന്നെ ഈ 4 ഓപ്ഷനും ടിക്ക് മാർക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാൻ സാധിക്കുക. എന്നാൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഇത് കംപ്ലീറ്റ് ആയാൽ എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്ന് പല ക്രിയേറ്റേഴ്സിനും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം 90 ദിവസം വച്ച് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ 90 ദിവസത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 90 ദിവസം കൊണ്ട് നമ്മൾ 10 മില്യൺ ഷോർട്സ് വ്യൂസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ടാബിൽ പോയാൽ 4000 വാച്ച് അവർ എന്നതിൽ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റു 3 ക്രൈറ്റീരിയ കൂടി ഓക്കെ ആവുകയാണെങ്കിൽ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്, ഇവയെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. പുതിയ നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്